നമസ്കാരം. ഈ ക്ലാസ്സിൽ നമ്മൾ കോവാലന്റ് ബോണ്ടിൻ്റെ ഫോർമേഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പുതിയൊരു തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോവാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ ഉപയോഗിച്ചിട്ട് നമുക്ക് മോളിക്യൂൾസിൻ്റെ ജിയോമെട്രി ലഭിക്കില്ല എന്ന് നമ്മൾ പറഞ്ഞു. ആ പ്രശ്നം നമ്മൾ VCPR തിയറി ഉപയോഗിച്ച് പരിഹരിച്ചു. VCPR തിയറി ഉപയോഗിച്ചിട്ട് ഏത് തരത്തിലുള്ള മോളിക്യൂൾസിൻ്റെയും ജിയോമെട്രി വളരെ മനോഹരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. പക്ഷേ ഈ VCPR തിയറിയിൽ മോളിക്യൂൾസിൻ്റെ ഓർബിറ്റിനെ കുറിച്ചിട്ടൊന്നും യാതൊന്നും പറയുന്നില്ല. അതായത് ഇലക്ട്രോൺസ് ഒക്യുപ്പൈ ചെയ്യുന്ന ഓർബിറ്റലുകളെ കുറിച്ചിട്ടുള്ള ഒരു പരാമർശങ്ങളൊന്നുമില്ല. ഓർബിറ്റലുകളാണ് ആക്ച്വലി മോഡേൺ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇലക്ട്രോൺസ് ഒക്യുപ്പൈ ചെയ്യുന്നത് ഓർബിറ്റലുകളിലാണ് എന്നുള്ളതാണ് മോഡേൺ കോൺസെപ്റ്റ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള പരാമർശങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയ തിയറിയാണ് വാലൻസ് ബോണ്ട് തിയറി. എന്താണ് വാലൻസ് ബോണ്ട് തിയറി? വളരെ ഇമ്പോർട്ടൻ്റ് ആയ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് കുഞ്ഞോളെ നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. വാലൻസ് ബോണ്ട് തിയറി. ഓക്കെ, അതിനെ നമ്മൾ ഇങ്ങനെയും പറയാം: ഓർബിറ്റൽ ഓവർലാപ്പ് കോൺസെപ്റ്റ് ഓഫ് കോൺസെപ്റ്റ് ഓഫ് കോവാലന്റ് ബോണ്ട്. ഒന്നുകൂടി കേൾക്കണം. കോവാലന്റ് ബോണ്ടിന്റെ ഫോർമേഷൻ എങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയുന്ന തിയറിയാണ് ഇത്. ഓക്കെ, കോവാലന്റ് ബോണ്ട് ആക്ച്വലി ഇറ്റ് ഈസ് എ മോഡേൺ കോൺസെപ്റ്റ് ഡിസ്ക്രൈബിംഗ് ദി ഫോർമേഷൻ ഓഫ് കോവാലന്റ് ബോണ്ട് ഇൻ എ മോളിക്യൂൾ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഇതിന്റെ പ്രധാനപ്പെട്ട പോസ്റ്റുലേറ്റുകൾ പറയാം. ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ആദ്യം നമുക്ക് ഇതിന്റെ പോസ്റ്റുലേറ്റുകളിലേക്ക് കടക്കാം. എന്താണ് ഇതിൽ പറയുന്നത്? ഇതിന്റെ പ്രധാനപ്പെട്ട പോസ്റ്റുലേറ്റ്, ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് ഞാൻ ഇവിടെ എഴുതാം. According to this VVT, a covalent bond is formed. A covalent bond is formed as a result of ഞാൻ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. As a result of overlapping of half-filled atomic orbitals. എവിടെ എഴുതുന്ന അറിയാവോ? പ്രസന്റ് ഇൻ ദി വാലൻസ് ഷെൽ ഓഫ്, കേൾക്കണേ, പ്രസന്റ് ഇൻ ദി വാലൻസ് ഷെൽ ഓഫ് ആറ്റംസ്. വാലൻസ് ഷെൽ ഓഫ് ആറ്റംസ്. ഏതാറ്റങ്ങള്? ആറ്റംസ് ടേക്കിംഗ് പാർട്ട് ഇൻ കോമ്പിനേഷൻ. കെമിക്കൽ കോമ്പിനേഷനിൽ പങ്കെടുക്കുന്ന ആറ്റങ്ങളുടെ അവസാനത്തെ ഷെല്ലിലുള്ള ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള അറ്റോമിക് ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്തിട്ടാണ്, കേൾക്കണേ, ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള അറ്റോമിക് ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്യുമ്പോഴാണ് ആ ആറ്റങ്ങൾക്കിടയിൽ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത്. കോവാലന്റ് ബോണ്ട് ഈസ് ഫോംഡ്. കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ആസ് എ റിസൾട്ട് ഓഫ് ഓവർലാപ്പിംഗ് ഓഫ് വാട്ട്സ്. ഓവർലാപ്പിംഗ് ഒന്ന് മറ്റൊന്നിന്റെ മുകളിലേക്ക് കയറുക. ഓവർലാപ്പിംഗ് ഓഫ് ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റൽസ്. അറ്റോമിക് ഓർബിറ്റൽസിന്റെ അല്ല, ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള അറ്റോമിക് ഓർബിറ്റൽസിന്റെ ഓവർലാപ്പിംഗ് വഴിയാണ്. എവിടെയുള്ള അറ്റോമിക് ഓർബിറ്റൽസ്? ഏതൊക്കെ ആറ്റങ്ങളാണോ പരസ്പരം കോമ്പിനേഷനിൽ ഏർപ്പെടുന്നത് ആ ആറ്റങ്ങളുടെ വാലൻസ് ഷെല്ലിലുള്ള അറ്റോമിക് ഓർബിറ്റൽസ്, ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള അറ്റോമിക് ഓർബിറ്റൽസ്. ഞാനതൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഒരു കോവാലന്റ് മോളിക്യൂൾ ആണ് നമ്മുടെ H2, അല്ലെ? അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. H സിംഗിൾ ബോണ്ട്.
അതെങ്ങനെ ഫോം ചെയ്തു എന്നുള്ളത് നിങ്ങൾ സിമ്പിൾ എന്താ പറയുക ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചറിൽ ഉപയോഗിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓരോ ഇലക്ട്രോണുകൾ ഷെയർ ചെയ്തു, ഇത്രയും നമ്മൾ കാണിച്ചിട്ടുള്ളൂ. ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് കാണിച്ചത്? ഹൈഡ്രജന്റെ വാലൻസ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്, മറ്റൊരു ഹൈഡ്രജന്റെ വാലൻസ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്, അവർ പരസ്പരമായ ഇലക്ട്രോണുകൾ ഷെയർ ചെയ്തു. അങ്ങനെ അവർക്കിടയിൽ ഒരു സിംഗിൾ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തു. ഇത്രയേ നമ്മൾ അവിടെ പറയുന്നുള്ളൂ അല്ലെ. അത് എങ്ങനെയാ ഷെയറിങ് സംഭവിച്ചു, ആ ഇലക്ട്രോൺ ഒക്യുപ്പൈ ചെയ്യുന്ന അതാത് ആറ്റങ്ങളുടെ ഇലക്ട്രോണുകൾ വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോണുകൾ ഒക്യുപ്പൈ ചെയ്യുന്ന ഓർബിറ്റലുകളെ കുറിച്ചിട്ട് അവിടെ പരാമർശിക്കുന്നേ ഇല്ല. ഓക്കെ, അവിടെയാണ് വാലൻസ് ബോണ്ട് തിയറിയുടെ പ്രസക്തി. വാലൻസ് ബോണ്ട് തിയറി എന്താണ് പറഞ്ഞതെന്ന് അറിയാവോ? ഹൈഡ്രജന്റെ ഈ ഇലക്ട്രോൺ എവിടെയാ ഉള്ളത്? ഹൈഡ്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കൂ. 1s1 ഹൈഡ്രജന്റെ ഒന്നാമത്തെ ഷെല്ലിലുള്ള എസ് സബ് ഷെല്ലിലുള്ള 1s ഓർബിറ്റലിലാണ്. ഏതാണ്? 1s ഓർബിറ്റലിലാണ് ആ ഇലക്ട്രോൺ ഉള്ളത്. നോക്ക്, ആ 1s ഓർബിറ്റലാണിത്. ഓക്കെ, അതിലുള്ള ഇലക്ട്രോൺ ആണ് ഇത്. വിചാരിക്ക് എസ് ഓർബിറ്റൽ സ്ഫെറിക്കലി സിമെട്രിക്കൽ ആണല്ലോ. ഇത് രണ്ടാമത്തെ ഹൈഡ്രജന്റെ 1s ഓർബിറ്റൽ, അതിലുള്ള ഒരു ഇലക്ട്രോൺ. ഇനി ഇവർക്കിടയിലുള്ള ഈ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തത് എങ്ങനെയാണെന്ന് അറിയാവുക? ഈ 1s ഓർബിറ്റലും ഈ 1s ഓർബിറ്റലും പരസ്പരം ഓവർലാപ്പ് ചെയ്യുന്നു. ഹൈഡ്രജൻ ആറ്റം, അത് നമ്മളില്ല കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കഴിയുമ്പോൾ പറയും. ആ ഓവർലാപ്പിംഗ് നടക്കുന്ന സമയത്തുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ നമ്മൾ പറയും കേട്ടോ. ഈ 1s ഓർബിറ്റലുകൾ പരസ്പരം അടുത്തോട്ട് വന്നിട്ട് ഒന്ന് മറ്റൊന്നിന്റെ മുകളിലോട്ട് ഓവർലാപ്പ് ചെയ്യുന്നു. ആ ഓവർലാപ്പിംഗ് റീജിയനിലായിരിക്കും ഇനി ആ രണ്ട് ഇലക്ട്രോണുകൾ ഉണ്ടാവുക. അങ്ങനെ ഓവർലാപ്പ് ചെയ്തപ്പോഴാണ് ഹൈഡ്രജൻ ആറ്റങ്ങൾക്കിടയിൽ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തത്. വേറൊന്ന് പറയും F2. F2 എന്നുള്ള മോളിക്യൂൾ എന്താണ്? ആക്ച്വലി FF സിംഗിൾ ബോണ്ടാണ്. എങ്ങനെയാണ് ഇത് ഫോം ചെയ്തതെന്ന് അറിയാവോ? നമ്മൾ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഫ്ലൂറിന്റെ ലാസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ അല്ല, ഫ്ലൂറിന്റെ ലാസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോണുകളുണ്ട്. ഈ ഫ്ലൂറിന്റെ ലാസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോണുകളുണ്ട്. ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഓരോ ഇലക്ട്രോണുകൾ ഷെയർ ചെയ്യും. എന്ത് പറയുന്നില്ല? ആ ഇലക്ട്രോണുകൾ ഒക്യുപ്പൈ ചെയ്യുന്ന ഓർബിറ്റലുകളെ കുറിച്ച് അവിടെ പറയുന്നില്ല. ഇനി നിങ്ങൾ നോക്കിക്കോ, VVT പ്രകാരം അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? ഫ്ലൂറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p5 ആണല്ലോ. ഓക്കെ, അപ്പോ ലാസ്റ്റ് പി നോക്ക്, ലാസ്റ്റത്തെ ഷെല്ല് 2 ആണ്. അവിടെ എസിൽ 2 ഇലക്ട്രോൺ ഉണ്ട്, പിയിൽ 5 ഇലക്ട്രോൺ. 1 2 3 4 5. 2px 2py 2pz. ഓക്കെ, ഇതേപോലെ മറ്റേ ഫ്ലൂറിന്റെ എടുത്തു കഴിഞ്ഞാൽ 1s2 2s2 2p5 ആണല്ലോ. ഓക്കെ, എസിൽ 2s 2 ഇലക്ട്രോൺ, 2pയിൽ 5 ഇലക്ട്രോൺ. 1 2 3 4 5. നമുക്ക് ഈ 1s കുറിച്ച് പറയണ്ട, അത് ലാസ്റ്റ് ഷെല്ലല്ലോ. നോക്ക്, അപ്പൊ ഇവിടെ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽ ഏതാ? ഈ ഫ്ലൂറിന്റെ കയ്യിൽ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള 2pz ഓർബിറ്റൽ ഉണ്ട്. ഈ ഫ്ലൂറിന്റെ കയ്യിലും ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള 2pz ഓർബിറ്റൽ ഉണ്ട്. അപ്പൊ ഈ രണ്ട് ഫ്ലൂറിൻ ആറ്റങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു ഫ്ലൂറിൻ ആറ്റത്തിന്റെ 2pz ഓർബിറ്റൽ, സപ്പോസ് ഇതാണ് 2pz ഓർബിറ്റൽ എന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് ഫ്ലൂറിന്റെ 2pz, ഇത് മറ്റേ ഫ്ലൂറിന്റെ 2pz. ഓക്കെ, ഈ രണ്ട് ഫ്ലൂറിൻ ആറ്റങ്ങൾ അടുത്ത് വരുമ്പോൾ ഈ 2pz ഓർബിറ്റൽ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഈ 2pz ഓർബിറ്റൽ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഈ 2pz ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നു. ആ ഓവർലാപ്പിംഗ് രീതിയിലായിരിക്കും പിന്നീട് ഇലക്ട്രോൺ ഉണ്ടാവുക. അങ്ങനെ ഓവർലാപ്പിംഗ് സംഭവിച്ചപ്പോഴാണ് FF സിംഗിൾ ബോണ്ട് ഫോം ചെയ്തത്. ഓക്കെ ആണോ? മനസ്സിലായോ? അപ്പൊ എന്താണ് കോവാലന്റ് ബോണ്ട്? ഇനി പഠിച്ചു കഴിഞ്ഞു നിങ്ങൾ പറ. കോവാലന്റ് ബോണ്ട് ഈസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് എ ഓവർലാപ്പിംഗ് ഓഫ് എ ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റൽസ് present in the valence shell of atoms taking part in the combination. ഓക്കെ, കെമിക്കൽ കോമ്പിനേഷൻ പങ്കെടുക്കുന്ന ആറ്റങ്ങളുടെ അവസാനത്തെ ഷെല്ലിലുള്ള ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസിന്റെ ഓവർലാപ്പിംഗ് വഴിയാണ് എന്തുണ്ടാകുന്നത്? കോവാലന്റ് ബോണ്ട് ഈസ് ഫോംഡ്. ഓക്കെ, പഠിച്ചോ? രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് നോക്കാം. എന്ന് അറിയാവോ? ദി ഓവർലാപ്പിംഗ് ഓർബിറ്റൽസ്, കേൾക്കണേ, the overlapping orbitals should contain
should contain electron with opposite spins. Opposite spins. Okay. അപ്പോൾ എന്താണ് ഓവർലാപ്പിംഗ് ഓർബിറ്റൽ ഷുഡ് കണ്ടെയ്ൻ ആൻ ഇലക്ട്രോൺ വിത്ത് ഓപ്പോസിറ്റ് സ്പിൻ. ഓവർലാപ്പ് ചെയ്യുമ്പോഴാണ് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഓവർലാപ്പിംഗ് ചെയ്യുന്ന ഓർബിറ്റൽസിൽ ഓരോ ഇലക്ട്രോണേ ഉണ്ടാവുള്ളൂ. അതായത് അതുകൊണ്ടാണ് അതിന്റെ ഹാഫ് ഫീൽഡ് എന്ന് പറയുന്നത്. ആ ഓരോ ഇലക്ട്രോണിന്റെയും സ്പിന്നുകൾ ഓപ്പോസിറ്റ് ആണ്. സപ്പോസ് ഇതിലുള്ള സ്പിന്ന് നോക്ക് ഇതിപ്പോ നേരത്തെ ഞാൻ ഹൈഡ്രജന്റെ കേസ് പറഞ്ഞിട്ട് ഇതിലെ ഇലക്ട്രോണ് ക്ലോക്ക് വൈസ് ആണെന്ന് വിചാരിക്കാം, ഇതിന്റെ ഇലക്ട്രോണും ക്ലോക്ക് വൈസ് തന്നെ വിചാരിക്കാം. അത് ഓവർലാപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിലൊരു ഇലക്ട്രോണ് അതിൽ ഒരാൾ ക്ലോക്ക് വൈസും മറ്റേയാൾ ഓട്ടോമാറ്റിക്കലായിട്ട് ആന്റി ക്ലോക്ക് വൈസും ആവും. ഓക്കെ, ഇത് രണ്ടുപേരും ഓപ്പോസിറ്റ് സ്പിൻ അല്ല എങ്കിൽ ഓവർലാപ്പിംഗ് നടക്കൂല എന്നല്ല. ഒരേ സ്പിന്നാണെങ്കിലും ഓവർലാപ്പിംഗ് നടക്കും. ഓവർലാപ്പിംഗ് നടന്നു കഴിഞ്ഞ ശേഷം ഓട്ടോമാറ്റിക്കലായിട്ട് സ്പിൻ ഓപ്പോസിറ്റ് ആവും. ഓക്കെ, എന്തിനു വേണ്ടിയിട്ട്? ഇൻ ഓർഡർ ടു ഒബേ ദി പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പോൾ ഓവർലാപ്പിംഗ് ഓർബിറ്റൽ ഷുഡ് കണ്ടെയ്ൻ ആൻ ഇലക്ട്രോൺ വിത്ത് ഓപ്പോസിറ്റ് സ്പിൻ. ഓക്കെ, ഓവർലാപ്പിംഗ് ഇലക്ട്രോൺസ് ഓവർലാപ്പിംഗിന് മുമ്പ് ഓപ്പോസിറ്റ് സ്പിൻ വേണമെന്ന് പറഞ്ഞിട്ടില്ല. ഓവർലാപ്പിംഗ് ഓർബിറ്റൽസ് കണ്ടെയ്ൻ ഇലക്ട്രോൺ വിത്ത് ഓപ്പോസിറ്റ് സ്പിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓവർലാപ്പിംഗിന് ശേഷമായാലും മതി. ഓവർലാപ്പിംഗിന് മുമ്പ് തന്നെ ഒരു ഓപ്പോസിറ്റ് സ്പിൻ വേണമെന്നില്ല. ഓക്കെ, മൂന്ന് ഓവർലാപ്പിംഗ് ഓഫ് ഓർബിറ്റൽസ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റ്ലേറ്റ് ആണ്. ഓവർലാപ്പിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്. Overlapping of atomic orbitals result in decrease of energy. Results in decrease of energy. ഈ രണ്ട് ആറ്റങ്ങൾ തമ്മിൽ ഏതെങ്കിലും രണ്ട് ആറ്റങ്ങൾ തമ്മിൽ പരസ്പരം കമ്പൈൻ ചെയ്തിട്ട് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ അവരുടെ ഹാഫ് ഫീൽഡ് ആയിട്ടുള്ള അറ്റോമിക് ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്യണം. അങ്ങനെ ഓവർലാപ്പ് ചെയ്യുമ്പോൾ, അതായത് പുതിയൊരു ബോണ്ട് ഫോം ചെയ്യുമ്പോൾ, അതായത് ഒരു മോളിക്യൂൾ ഫോം ചെയ്യുമ്പോൾ എന്തായാലും എനർജി കുറയും. എന്തിന് അത് മുമ്പേ പഠിച്ചിട്ടുണ്ട്. ആറ്റങ്ങൾ പരസ്പരം കമ്പൈൻ ചെയ്യുന്നത് സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. സ്റ്റെബിലിറ്റി കമ്പൈൻ ചെയ്തിട്ട് സ്റ്റെബിലിറ്റി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ കമ്പൈൻ ചെയ്യാൻ കൂട്ടാകത്തില്ല. ഓക്കെ, അങ്ങനെ സ്റ്റെബിലിറ്റി കിട്ടണമെങ്കിൽ അതിൻ്റെ എനർജി കുറയണം. എനർജി കുറയുമ്പോഴാണ് സ്റ്റേബിൾ ആവുന്നത്. അപ്പോൾ ഓവർലാപ്പിങ്ങിന് പോകുന്നത് എന്തിനാണ്? കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത്? സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ സ്റ്റെബിലിറ്റി കിട്ടണമെങ്കിൽ എനർജി കുറയണം. അതായത് ഓവർലാപ്പിംഗ് സംഭവിക്കുന്നതോടൊപ്പം തന്നെ സിസ്റ്റത്തിൽ നിന്ന് എനർജി ലിബറേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, ഈ ഒരു പോസ്റ്റിലേക്ക് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. ഓക്കെ, സോ ഓവർലാപ്പിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്, ദാറ്റ് മീൻസ് ഫോർമേഷൻ ഓഫ് കോവാലന്റ് ബോണ്ട് അക്കമ്പനീഡ് ബൈ ഡിക്രീസ് ഓഫ് എനർജി. കോവാലന്റ് ബോണ്ട് രണ്ടാറ്റങ്ങൾക്കിടയിൽ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എനർജി ഡിക്രീസ് ചെയ്യും. ഓക്കെ, 4 the strength of covalent bond depends on depends on extent of overlapping. രണ്ടാറ്റങ്ങൾ കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്ന കോവാലന്റ് ബോണ്ടിന്റെ സ്ട്രെങ്ത്, ഉണ്ടാകുന്ന കോവാലന്റ് ബോണ്ട് എത്രത്തോളം സ്ട്രോങ് ആവണം എന്ന് തീരുമാനിക്കുന്നത് ആ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യാൻ കാരണമായിട്ടുള്ള ഓവർലാപ്പിംഗിന്റെ എക്സ്റ്റെന്റ് ആണ്. ഇതാണ് ഒരു ഓർബിറ്റൽ എന്ന് വിചാരിക്കും, ഇത് വേറൊരു ഓർബിറ്റൽ.
ഇത് പരസ്പരം ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യുന്നു. ഇത്ര മാത്രമേ ഓവർലാപ്പ് ചെയ്തിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. വളരെ ചെറിയൊരു എക്സ്റ്റെൻഡിൻ്റെ ഇത്ര സ്ഥലത്ത് മാത്രമേ ഓവർലാപ്പിംഗ് ഉള്ളൂ എങ്കിൽ ആ ബോണ്ട് വീക്ക് ആയിരിക്കും, ആ കോവാലന്റ് ബോണ്ട് വീക്ക് ആയിരിക്കും. അതേസമയം കൂടിയ എക്സ്റ്റെൻഡിലേക്ക് കുറേ കൂടി നന്നായിട്ട് ഓവർലാപ്പിംഗ് നടന്നിട്ടുണ്ട് എങ്കിൽ ആ ബോണ്ട് സ്ട്രോങ് ആയിരിക്കും, അതിനെ പൊട്ടിക്കാൻ പ്രയാസമാണ്. ഓക്കെ, ഗ്രേറ്റർ ദി extent of overlapping, greater the strength of the covalent bond formed. Okay, so these are the important postulates of this valence bond theory. Okay, appo onnu manasilakke kondu va. A covalent bond is formed as a result of a overlapping of half-filled atomic orbitals present in the valence shell of atoms taking part in the combination. Overlapping orbitals contain an electron with opposite spins. Then overlapping of atomic orbitals is accompanied by the decrease of energy. The last one, the strength of the covalent bond depends on the extent of overlapping. Okay, അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കിയല്ലോ, ഇത് ഒരു സംശയമില്ലല്ലോ. ഓക്കെ, ഇനി നമ്മൾ ഇതാ ഈ ഒരു സംഗതി കണ്ട, ഓവർലാപ്പിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് റിസൾട്ട് ഇൻ ഡിക്രീസ് ഓഫ് എനർജി. രണ്ട് ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തിട്ട് കേൾക്കണേ, രണ്ട് ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തിട്ട് അതായത് കോവാലന്റ് ബോണ്ട് അവർക്കിടയിൽ ഫോം ചെയ്യണമെങ്കിൽ അവരുടെ അറ്റോമിക് ഓർബിറ്റലുകൾ ഓവർലാപ്പ് ചെയ്യണം. നമ്മൾ പറഞ്ഞു, അങ്ങനെ ഓവർലാപ്പിംഗിന്റെ സമയത്ത് എനർജി ഡിക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അവർ ഓവർലാപ്പിംഗിൽ ഏർപ്പെടുള്ളൂ, അല്ലെങ്കിൽ അവിടെ ഓവർലാപ്പിംഗ് സംഭവിക്കില്ല. എന്തേത് എനർജി ഡിക്രീസ് ചെയ്താൽ മാത്രമേ ഓവർലാപ്പിംഗിന് ശേഷമുള്ള മോളിക്യൂൾസിന് ഓവർലാപ്പിംഗിന് മുമ്പുള്ള ആറ്റങ്ങളെക്കാൾ സ്റ്റെബിലിറ്റി ഉള്ളൂ. ഓവർലാപ്പിംഗിന് മുമ്പ് അത് സിംഗിൾ ആറ്റങ്ങളാണ്, ഓവർലാപ്പിംഗിന് ശേഷം മോളിക്യൂളാണ്. ഒന്നിച്ചിരിക്കുമ്പോൾ മോളിക്യൂളായിട്ട് മാറുന്ന സമയത്ത് അതിന് സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ആ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്യാൻ ഒക്കത്തുള്ളൂ. ഓക്കെ, അങ്ങനെ സ്റ്റെബിലിറ്റി കൂടണമെങ്കിൽ നേരത്തുള്ള എനർജിനേക്കാൾ കുറവായിരിക്കണം മോളിക്യൂളിൻ്റെ എനർജി. അതായത് ആ മോളിക്യൂൾ ഫോം ചെയ്യുന്ന സമയത്ത് എനർജി കുറയണം. ഓക്കെ, അപ്പോൾ മനസ്സിലായി എന്താണ് ഓവർലാപ്പിംഗ് രണ്ടെണ്ണം തമ്മിൽ നടക്കണമെങ്കിൽ അവിടെ എനർജി ഡിക്രീസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെങ്കിലേ ആ സംഗതി നടക്കത്തുള്ളൂ. ഓക്കെ, സോ അതായത് ആറ്റങ്ങൾ പരസ്പരം കമ്പൈൻ ചെയ്യാനുള്ള കാരണം എന്താണ്? ദി ടെൻഡൻസി ഓഫ് ആറ്റംസ് ടു അറ്റൈൻ എ സ്റ്റേറ്റ് ഓഫ് മാക്സിമം സ്റ്റെബിലിറ്റി ആൻഡ് മിനിമം എനർജി. ഓക്കെ, മാക്സിമം സ്റ്റെബിലിറ്റിയും മിനിമം എനർജിയും ഉള്ള ഒരു സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യാനുള്ള ആറ്റങ്ങളുടെ പ്രവണതയാണ് ഇതിന് കാരണം. ഓക്കെ, അപ്പോൾ നമ്മളത് പിന്നെ ഒരു എക്സാമ്പിൾ വെച്ച് പറയണം. ഈ ഒരു സംഗതി നമ്മളൊരു എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ വാലൻസ് ബോണ്ട് തിയറി എങ്ങനെ ഫോം ചെയ്തു എന്നുള്ള കാര്യം വളരെ സിമ്പിളായിട്ട് പറഞ്ഞു. വളരെ ടഫുള്ള സംഗതി ഒന്നുമല്ല, വളരെ സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലേക്ക് എടുക്കുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ആറ്റങ്ങൾ കമ്പൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ അവസാനത്തെ ഷെല്ലിലുള്ള പിന്നെ ഓർബിറ്റലിൽ ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ഉണ്ടെങ്കിൽ അത് പരസ്പരം ഓവർലാപ്പ് ചെയ്യുന്നു. അങ്ങനെ അവർക്കിടയിൽ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നു. ആ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ എനർജി കുറയണം എന്നാണ് പറയുന്നത്. എനർജി കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യത്തില്ല. അപ്പോൾ എനർജി കുറയുന്നത് ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അവിടെ ഒരു ഗ്രാഫ് നമുക്ക് വരയ്ക്കാനുണ്ട്. ഒരു പൊട്ടൻഷ്യൽ എനർജി കർവ് എന്നാണ് ഇതിന് പറയുക. അത് പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കും, വരയ്ക്കാൻ വേണ്ടി ചോദിക്കും. ആ ഗ്രാഫുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലേക്ക് എടുത്തല്ലോ. എന്താണ് ഇതിനെ ഞാൻ ഒന്നുകൂടി സ്ട്രെസ് ചെയ്ത് പറയാണ്. ഈ ഒന്നിനെ ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയാണ്. അതായത് എനർജി ഡിക്രീസ് ചെയ്യുന്ന രീതി ഒരു എക്സാമ്പിൾ വെച്ച് നമ്മൾ പറയാൻ പോവാം. ഓക്കെ, അതിന് എക്സാമ്പിൾ ഇതാണ്. H2 മോളിക്യൂൾ ഫോം ചെയ്യുന്നു. എങ്ങനെ H2 മോളിക്യൂൾ ഫോം ചെയ്യുക? രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ പരസ്പരം കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഹൈഡ്രജൻ മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. ആ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ ഞാൻ HA ആൻഡ് HB എന്ന് വിളിക്കുന്നു. രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ HA ആൻഡ് HB. ഓക്കെ, അവർ കമ്പൈൻ ചെയ്താൽ, ഇവർ പരസ്പരം കമ്പൈൻ ചെയ്താൽ H2 എന്നുള്ള മോളിക്യൂൾ ഉണ്ടാവും. അതായത് ഇവർ കമ്പൈൻ ചെയ്യുന്നത് HH സിംഗിൾ ബോണ്ട് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തിട്ടാണ്.
അപ്പൊ ഈ പറയപ്പെട്ട കോൺസെപ്റ്റ് പ്രകാരം എങ്ങനെ ഫോം ചെയ്തു എന്ന് ചോദിച്ചാൽ ഹൈഡ്രജന്റെ ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ ഈ ഹൈഡ്രജന്റെ ഹാഫ് ഫിൽഡ് വണ്ണസ് ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്തിട്ടാണ് ഇതുണ്ടായത്. ഇനി ഇതേ തിയറി പ്രകാരം ഈ ഹൈഡ്രജൻ ആറ്റത്തിന്റെ എനർജി എത്രയാണോ, അതായത് അതേപോലെ ഈ ഹൈഡ്രജൻ ആറ്റത്തിന്റെ എനർജി എത്രയാണോ അതിനേക്കാൾ കുറവായിരിക്കണം ഇതിന്റെ എനർജി. ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്ന H2ന്റെ എനർജി ഈ രണ്ടെണ്ണത്തിന്റെ എനർജിനേക്കാൾ കുറവായിരിക്കണം. അത് എങ്ങനെ കുറയുന്നു അതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സപ്പോസ് ആദ്യം ഈ രണ്ട് ആറ്റങ്ങൾ, ഇത് ഞാൻ ഹൈഡ്രജൻ ആറ്റം, ഒന്നാമത്തെ ഹൈഡ്രജൻ ആറ്റം, ഇത് രണ്ടാമത്തെ ഹൈഡ്രജൻ ആറ്റം, അവർ ഒരുപാട് ദൂരെയാണ് ഉള്ളത്. അവർ അടുത്ത് വന്നിട്ടില്ല. പരസ്പരം അടുത്ത് വരുമ്പോഴാണല്ലോ കോവാലന്റ് കൊണ്ട് അവസാനം ഫോം ചെയ്യുന്നത്. സപ്പോസ് ഇപ്പോൾ അവർ ഒരുപാട് ദൂരെയാണ് ഉള്ളത്. അവർ തമ്മിൽ യാതൊരു തരത്തിലുള്ള ഇന്ററാക്ഷനും ഇല്ല. അവർ തമ്മിൽ ഇപ്പൊ യാതൊരു തരത്തിലുള്ള ഇന്ററാക്ഷനും ഇല്ല. ഓക്കെ, ഇന്ററാക്ഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ അട്രാക്ഷനോ റിപ്പൾഷനോ ഒന്നും ഇല്ല. ഇനി അവർ പരസ്പരം അടുത്തോട്ട് വരികയാണ്. അങ്ങനെ അടുത്തോട്ട് വരുമ്പോൾ അവർക്കിടയിൽ പുതിയ ഇന്ററാക്ഷനുകൾ സൃഷ്ടിക്കപ്പെടും. കേൾക്കണേ, രണ്ടാറ്റങ്ങൾ ഇപ്പോൾ ഒരുപാട് ദൂരെയാണ് ഉള്ളത്. അവർ പരസ്പരം അട്രാക്റ്റീവ് ഫോഴ്സോ റിപ്പൾസീവ് ഫോഴ്സോ ഒന്നും തൽക്കാലം ഇല്ല. ഓക്കെ, ഇനി അവർ പരസ്പരം അപ്രോച്ച് ചെയ്യാണ്. ആ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ പരസ്പരം അപ്രോച്ച് ചെയ്യുമ്പോൾ അവർക്കിടയിൽ പുതിയ അട്രാക്റ്റീവ് ഫോഴ്സുകളും പുതിയ റിപ്പൾസീവ് ഫോഴ്സുകളും ക്രിയേറ്റ് ചെയ്യപ്പെടും. അതേതാണ് ഈ പുതിയ അട്രാക്റ്റീവ് ഫോഴ്സും പുതിയ അട്രാക്റ്റീവ് ഫോഴ്സും പുതിയ റിപ്പൾസീവ് ഫോഴ്സും എന്നറിയണമെങ്കിൽ അവർക്കിടയിൽ പഴയ അട്രാക്റ്റീവ് ഫോഴ്സോ റിപ്പൾസീവ് ഫോഴ്സോ ഉണ്ടോന്ന് കൂടി അറിയണം. അപ്പൊ ഞാനിവിടെ ഇപ്പോ അവരിൽ ഓൾറെഡി ഉള്ള അട്രാക്റ്റീവ് ഫോഴ്സും ഇനി ഉണ്ടാകാൻ പോകുന്ന അട്രാക്റ്റീവ് ഫോഴ്സും റിപ്പൾസീവ് ഫോഴ്സും ഏതൊക്കെയാണെന്ന് പറയാൻ പോവാണ്. ഓക്കെ, ഒന്നുകൂടി മനസ്സിലേക്ക് കൊണ്ടുപോയി. ഇപ്പൊ അവർ ദൂരെയാണുള്ളത്. ദർ ഇസ് നോ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദാറ്റ് ടു ആറ്റംസ്. അവർക്കിടയിൽ പുതിയ ഒരു എന്താ പറയുക ഇന്ററാക്ഷൻ ഒന്നും ഇല്ല. ഓക്കെ, സപ്പോസ് നോക്കിയോ, ഇത് എ എന്ന ഹൈഡ്രജൻ ആറ്റത്തിന്റെ ന്യൂക്ലിയസ്. കേൾക്ക്, എ എന്ന ഹൈഡ്രജൻ ആറ്റത്തിന്റെ ന്യൂക്ലിയസ്. ഓക്കെ, എയുടെ ന്യൂക്ലിയസ്. ഇത് അതിനെ ചുറ്റുന്ന ഇലക്ട്രോൺ, ആരുടെ ഇലക്ട്രോൺ? എയുടെ ഇലക്ട്രോൺ. ഞാൻ കുറച്ച് വലുതായി കാണിക്കാം. ഇത് എ എന്ന ഹൈഡ്രജൻ ആറ്റത്തിന്റെ ന്യൂക്ലിയസ് ഓഫ് എ. ഇത് അതിനെ ചുറ്റുന്ന ഇലക്ട്രോൺ. ഓക്കെ, ഇത് ബി എന്ന ഹൈഡ്രജൻ ആറ്റത്തിന്റെ ന്യൂക്ലിയസ്. ഇത് അതിനെ ചുറ്റുന്ന ഇലക്ട്രോൺ ഓഫ് ബി. ഓക്കെ, നോക്കേ, ഓക്കെ അല്ലേ? ഇപ്പോ ഇവർ ഒരുപാട് ദൂരെയാണ് ഉള്ളത്. ഇപ്പൊ ഇവർ തമ്മിൽ ഇന്ററാക്ഷൻ ഇല്ല. ഇനി ഇവർക്കിടയിൽ ഇതിന്റെ ഉള്ളിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. ഏതെല്ലാം? എയുടെ ന്യൂക്ലിയസ് അതിന്റെ ഇലക്ട്രോൺ അട്രാക്ട് ചെയ്യുന്നുണ്ട്, ഉണ്ടല്ലോ. എയുടെ ന്യൂക്ലിയസ് അതിന്റെ ഇലക്ട്രോൺ അട്രാക്ട് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോൺ ന്യൂക്ലിയസിനെയും അട്രാക്ട് ചെയ്യുന്നുണ്ട്. അവർ തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ബിയുടെ ഇലക്ട്രോണിനെ ബി എന്ന ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഇലക്ട്രോണിനെ അതിന്റെ ന്യൂക്ലിയസ് അട്രാക്ട് ചെയ്യുന്നു, ന്യൂക്ലിയസിനെ ഇലക്ട്രോണും അട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇവർക്കിടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ഇതാണ്. ഇവർ തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഒന്നുമില്ല, റിപ്പൾസീവ് ഫോഴ്സ് ഒന്നും ഇപ്പോഴില്ല. എപ്പോൾ ദൂരെ അയക്കുമ്പോൾ. ഇനി ഇവർ പരസ്പരം അടുത്ത് വരുമ്പോൾ പുതിയ അട്രാക്റ്റീവ് ഫോഴ്സും പുതിയ റിപ്പൾസീവ് ഫോഴ്സും ജനറേറ്റ് ചെയ്യും. ഏതൊക്കെയാണ് അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് നോക്കോ. ഏതൊക്കെയാണ് പുതിയ അട്രാക്റ്റീവ് ഫോഴ്സുകൾ? കേൾക്ക്, പുതിയ അട്രാക്റ്റീവ് ഫോഴ്സുകൾ, new attractive forces and new repulsive forces. ഏതൊക്കെയാണ് നോക്കാം. അടുത്ത് വരുമ്പോൾ ബിയുടെ ന്യൂക്ലിയസിന് എയുടെ ന്യൂക്ലിയസ് അട്രാക്ട് ചെയ്യും. ബിയുടെ ന്യൂക്ലിയസിന് എയുടെ ഇലക്ട്രോൺ അട്രാക്ട് ചെയ്യും. ഓക്കെ, NB ആൻഡ് ഇഎയും എൻബിയും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ്. അതേപോലെ തന്നെ എയുടെ ന്യൂക്ലിയസിന് ബിയുടെ ഇലക്ട്രോൺ അട്രാക്ട് ചെയ്യും. ഓക്കെ, അത് എയുടെ ന്യൂക്ലിയസിനെ ബിയുടെ ഇലക്ട്രോൺ അട്രാക്ട് ചെയ്യും.
ഇതാണ് അവർ പരസ്പരം അടുത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന പുതിയ അട്രാക്റ്റീവ് ഫോഴ്സുകൾ. ഇനി അവർക്കിടയിൽ ഉണ്ടാകുന്ന റിപ്പൾസീവ് ഫോഴ്സുകൾ ഏതൊക്കെ നോക്കോ. ഇതിന്റെ ന്യൂക്ലിയസ് എയുടെ ന്യൂക്ലിയസിന് ബിയുടെ ന്യൂക്ലിയസ് റിപ്പൽ ചെയ്യും. ഓക്കെ, റിപ്പൾഷൻ ബിറ്റ്വീൻ NA and NB. Repulsion between electron of A and electron of B, EA and EB. ഓക്കെ, അപ്പൊ ഈ രണ്ടെണ്ണമാണ് പുതിയ അട്രാക്റ്റീവ് ഫോഴ്സുകൾ, ഈ രണ്ടെണ്ണമാണ് പുതിയ റിപ്പൾസീവ് ഫോഴ്സുകൾ. ഈ അട്രാക്റ്റീവ് ഫോഴ്സും റിപ്പൾസീവ് ഫോഴ്സുമാണ് എനർജി കൂടണമോ കുറയണമോ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, ആരാണ് കൂടണമെന്ന് തീരുമാനിക്കുന്നത് അറിയാവോ? അട്രാക്റ്റീവ് ഫോഴ്സ്. കാരണം അട്രാക്റ്റീവ് ഫോഴ്സുകൾ എനർജിനെ കുറക്കാൻ വേണ്ടിയിട്ട് നോക്കും. ഓക്കെ, tends to decrease the energy, tends to decrease the potential energy. അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുന്തോറും സ്റ്റെബിലിറ്റി കൂടിക്കൊണ്ട് വരും, പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞുകൊണ്ട് വരും. ഓക്കെ, അതേസമയം റിപ്പൾസീവ് എനർജി കൂടുന്തോറും പൊട്ടൻഷ്യൽ എനർജി റിപ്പൾസീവ് ഫോഴ്സ് കൂടുന്തോറും പൊട്ടൻഷ്യൽ എനർജി കൂടിക്കൊണ്ട് വരും. ടെൻസ് ടു ഇൻക്രീസ് ദി പൊട്ടൻഷ്യൽ എനർജി and decrease the stability. Okay. ഈ ഫോഴ്സ് കൂടുതലാണെങ്കിൽ ഈ അട്രാക്റ്റീവ് ഫോഴ്സുകൾ കൂടുന്തോറും പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞുകൊണ്ട് വരും, സിസ്റ്റത്തിന്റെ സ്റ്റെബിലിറ്റി കൂടിക്കൊണ്ട് വരും. അതേസമയം ഈ പറയപ്പെട്ട ഫോഴ്സുകൾ ഈ പറയപ്പെട്ട റിപ്പൾസീവ് ഫോഴ്സുകൾ കൂടുന്തോറും പിന്നെ എന്താ പറയാ, പൊട്ടൻഷ്യൽ എനർജി കൂടിക്കൊണ്ട് വരും, പൊട്ടൻഷ്യൽ എനർജി കൂടിക്കൊണ്ട് വരും, സ്റ്റെബിലിറ്റി കുറഞ്ഞുകൊണ്ട് വരും. ഓക്കെ, സംശയമില്ലല്ലോ ഈ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങളുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടുള്ളത്. ഇനി നമുക്ക് അതിന്റെ അപ്രോച്ചിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇവര് ദൂരെയായിരിക്കുന്ന സമയത്ത് അവർക്കിടയിൽ നോ ഇന്ററാക്ഷൻ, അവർക്കിടയിലില്ല. അവരുടെ ആ ആറ്റത്തിൽ ഇങ്ങനെ ഒരു ഇന്ററാക്ഷൻ ഉണ്ട്. ഇനി അവരടുത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഇന്ററാക്ഷനുകളെയാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പുതിയ 4 ഫോഴ്സുകൾ, 2 അട്രാക്റ്റീവ് ഫോഴ്സ്, 2 റിപ്പൾസീവ് ഫോഴ്സ്. അട്രാക്റ്റീവ് ഫോഴ്സ് പൊട്ടൻഷ്യൽ എനർജി കുറച്ചിട്ട് സ്റ്റെബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നോക്കും. അതേസമയം റിപ്പൾസീവ് ഫോഴ്സുകൾ എന്താ പറയാ, പൊട്ടൻഷ്യൽ എനർജി കൂട്ടുന്നു, സ്റ്റെബിലിറ്റി കുറക്കാൻ വേണ്ടിയിട്ട് നോക്കും. ഓക്കെ, അപ്പോൾ ഇവര് തമ്മിലുള്ള ഈ 2 ഫോഴ്സുകൾ തമ്മിലുള്ള ഈ 2 ടൈപ്പിലുള്ള ഫോഴ്സുകൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ ആണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. നോക്കിക്കോ, ഞാനിത് മായ്ക്കാണ്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാനൊരു ഗ്രാഫിൽ കാണിക്കുന്നു. സപ്പോസ് ആ 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ ഇപ്പോൾ ഒരുപാട് ദൂരെയാണ്. ഓക്കെ, ആ 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ ഒരുപാട് ദൂരെയാണ്. അവർക്കിടയിൽ ആ പുതിയ ഇന്ററാക്ഷൻ ഒന്നും തുടങ്ങിയിട്ടില്ല. ഇനിയോ, എന്നിട്ട് ഇവർ പരസ്പരം അപ്രോച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങാണ്. അപ്രോച്ച് ചെയ്യുമ്പോൾ ആ നേരത്തെ പറഞ്ഞ 4 ഫോഴ്സുകൾ രംഗത്ത് വരാൻ തുടങ്ങും. അപ്പോൾ അതിൽ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുമ്പോൾ എനർജി കുറയും, റിപ്പൾസീവ് ഫോഴ്സ് കൂടുമ്പോൾ എനർജി കൂടും. അപ്പൊ ഇപ്പോൾ ഉള്ള എനർജിയിൽ നിന്നാണ് ഈ കൂടുതലും കുറയുകയും നടക്കുന്നത്. ഇപ്പൊ അവർക്ക് എനർജി ഉണ്ടാകും, ആ എനർജിയിൽ നിന്നാണ് കൂടുകയും കുറയുകയും ചെയ്യുന്നത്. അപ്പൊ ഇപ്പോൾ ഉള്ള എനർജിനെ തൽക്കാലം നമുക്ക് 0 എടുക്കാം. അങ്ങനെയാണെങ്കിൽ എത്ര കൂടി എത്ര കുറഞ്ഞു എന്നുള്ളത് പറയാൻ ഈസി ആണല്ലോ. 0 എനർജി നമ്മൾ ആർബിട്രറി ആയിട്ട് എടുക്കുകയാണ്, തൽക്കാലം അങ്ങനെയായിട്ട് എടുക്കാം. കുഞ്ഞോള് ശ്രദ്ധിക്ക്, 2 ആറ്റങ്ങൾ ഇപ്പോൾ ദൂരെയാണുള്ളത്. ഓക്കെ, അവർക്ക് ഇപ്പോൾ ഒരു എനർജി ഉണ്ട്. അവർ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവർക്കിടയിൽ പുതിയ 4 ഫോഴ്സുകൾ രംഗത്ത് വരാൻ തുടങ്ങും. അതിൽ ആരാണ് പിന്നെ ഡോമിനന്റ് ആയിട്ടുള്ളത്? അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് കൂടുതലെങ്കിൽ ഇപ്പോഴുള്ളതിൽ നിന്ന് എനർജി കുറയും. റിപ്പൾസീവ് ഫോഴ്സ് ആണ് കൂടുതലെങ്കിൽ ഇപ്പോഴുള്ളതിൽ നിന്ന് എനർജി കൂടും. അപ്പൊ എത്ര കൂടി എത്ര കുറഞ്ഞു എന്ന് അറിയണമെങ്കിൽ ഇപ്പോൾ ഉള്ള എനർജി എത്രയെന്ന് അറിയണം. അത് അറിയില്ല, നമുക്ക് തൽക്കാലത്ത് 0 എടുക്കാം. ഓക്കെ, ആർബിട്രറി ആയിട്ട് 0 എടുക്കാം. ഓക്കെ, ഇനി ഞാനൊരു ഗ്രാഫ് വരുന്നതാണ്. ആ ഗ്രാഫിൽ നമ്മൾ എടുക്കുന്ന കാര്യങ്ങൾ
എക്സ് ആക്സിസിലും വൈ ആക്സിസിലും എടുക്കുന്ന ക്വാണ്ടിറ്റികൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ എക്സ് ആക്സിസിൽ എടുക്കുന്ന ക്വാണ്ടിറ്റി ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ്, ഏതാണ് ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ്, അതായത് അപ്രോച്ച് ചെയ്യുന്ന രണ്ട് ആറ്റങ്ങളുടെ ന്യൂക്ലിയസുകൾ തമ്മിലുള്ള ദൂരം. ഓക്കെ, വൈ ആക്സിസിൽ ഞാൻ എടുക്കുന്നത് പൊട്ടൻഷ്യൽ എനർജി, പൊട്ടൻഷ്യൽ എനർജിയിലുള്ള വേരിയേഷൻ, അതാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി, പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, അപ്പോൾ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങാണ്. ഇപ്പൊ അവർ ദൂരെയാണുള്ളത്, ഇന്ററാക്ഷൻ ഒന്നുമില്ല. ഇപ്പോൾ അവരുടെ എനർജി നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? പൂജ്യമായിട്ട് എടുക്കുന്നു. അവർ തമ്മിൽ ഒരുപാട് ദൂരെയാണുള്ളത്. ഓക്കെ, സപ്പോസ് ഈ ദൂരം ഉണ്ടല്ലോ, ഈ ദൂരത്തിന് ഇതാണ് 0, ഇതാണ് 0. എന്ത് എനർജിയും 0, അതേപോലെ ഡിസ്റ്റൻസും 0. ഓക്കെ, ഇപ്പോൾ അവർ ഒരുപാട് ദൂരെയാണുള്ളത്. ആ ദൂരം ഇത്രയാണെന്ന് വിചാരിക്കും. ആ രണ്ട് ആറ്റങ്ങളുടെ ന്യൂക്ലിയസുകൾ തമ്മിലുള്ള ദൂരം ഇത്രയാണ്, ഒരുപാട് അകലെയാണുള്ളത്. അതായത് ഈ രണ്ട് ആറ്റങ്ങൾ, ഇതാണ് എ, ഇതാണ് ബി. കേൾക്കണേ എ ബി. ഈ ദൂരത്തെ ഇത്രയും ദൂരത്തിന് ഞാൻ ഗ്രാഫ് ഇത്ര എടുക്കും. ഈ ഗ്രാഫ് ഇത്ര അകലമാണ് ഇവിടെ ഉള്ളത് വിചാരിക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കും ഒരാറ്റം ഇവിടെ എടുത്തൂടെ? അത് നമുക്ക് വരക്കും ഒരു പ്രയാസം വരും. അതുകൊണ്ടാണ് ഈ രണ്ട് ആറ്റങ്ങളുടെ ന്യൂക്ലിയസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഇത്. അതായത് ഇപ്പൊ അവർ ഒരുപാട് ദൂരെയാണുള്ളത്. ഓക്കെ, നമുക്കതിനെ ഇങ്ങനെ വിളിക്കാം ഐസോലേറ്റഡ് ആറ്റംസ്, ഒറ്റക്കുള്ള ആറ്റംസ്, ഐസോലേറ്റഡ് ആറ്റംസ്. ഇത്രയും അകലത്തിലിരിക്കുമ്പോൾ, അതിന്റെ എനർജി എത്ര? അത് 0ആണ്, എനർജി 0ആണ്. ഓക്കെ, ഇനി അവർ പരസ്പരം അടുത്ത് വരാൻ വേണ്ടി തുടങ്ങണം. മനസ്സിലേക്ക് വിചാരിക്കും, എയും ബിയും പരസ്പരം അടുത്തോട്ട് വരും, അപ്രോച്ച് ചെയ്യുമ്പോൾ അവർക്കിടയിൽ ഞാൻ നേരത്തെ പറഞ്ഞ 4 ഫോഴ്സുകൾ രംഗത്ത് വരും. 2 അട്രാക്റ്റീവ് ഫോഴ്സ്, 2 റിപ്പൾസീവ് ഫോഴ്സ്. ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിൽ ഈ 4 ഫോഴ്സുകളിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഡോമിനന്റ് ആണ്. അതായത് റിപ്പൾസീവ് ഫോഴ്സിനേക്കാളും സ്ട്രോങ് ആയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ അട്രാക്റ്റീവ് ഫോഴ്സുകളാണ്. ന്യൂക്ലിയസും തമ്മിലുള്ള റിപ്പൾസീവ് ഫോഴ്സ്, ഇലക്ട്രോണും തമ്മിലുള്ള റിപ്പൾസീവ് ഫോഴ്സ്, ആ 2 റിപ്പൾസീവ് ഫോഴ്സുകളെക്കാളും സ്ട്രോങ് ആണ് അട്രാക്റ്റീവ് ഫോഴ്സ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അട്രാക്റ്റീവ് ഫോഴ്സ് റിപ്പൾസീവ് ഫോഴ്സിനേക്കാളും അട്രാക്റ്റീവ് ഫോഴ്സ് സ്ട്രോങ് ആയതുകൊണ്ട് അവർ പരസ്പരം അടുത്തോട്ട് വരും, അപ്രോച്ച് ചെയ്യും. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞ അടുത്ത പോയിന്റ് ശ്രദ്ധിക്ക്. എന്താണ്? അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുന്തോറും എനർജി കുറഞ്ഞുകൊണ്ട് വരും. ഓക്കെ, ഇനി ഇവർ അടുത്തോട്ട് വരുന്തോറും എനർജി കുറയാൻ തുടങ്ങും. കേൾക്കുന്നുണ്ടോ? അടുത്തോട്ട് വരുന്തോറും 2 കാര്യങ്ങൾ കുറയും. എന്തെല്ലാം? 1 ന്യൂക്ലിയസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയും, 2 എനർജി കുറയും. എനർജി കുറയാനുള്ള കാരണം എന്താണ്? അട്രാക്റ്റീവ് ഫോഴ്സ് കൂടിയതാണ്. ഓക്കെ, അപ്പോ അവരടുത്ത് വരുന്നു എന്ന് ഞാൻ എങ്ങനെ കാണിക്കും? ഈ ഡിസ്റ്റൻസ് കുറച്ചുകൊണ്ട് വരണം. ഇപ്പൊ ഇവിടെയാണുള്ളത്, അവരടുത്ത് വരുന്നു ഞാൻ എങ്ങനെ കാണിക്കും? ഗ്രാഫിൽ ആ ഡിസ്റ്റൻസ് കുറച്ചുകൊണ്ട് വരണം. അപ്പൊ എന്താവും? എനർജിയിൽ നിന്ന് മാറ്റം വരും, എനർജി കുറയും. ഇപ്പൊ എത്ര എനർജി ഉള്ളത്? 0. 0ൽ നിന്ന് കുറയുമ്പോൾ എന്താവും? താഴോട്ട് വരും, നെഗറ്റീവിലോട്ട് വരും. കേൾക്കുന്നുണ്ടാ? അപ്പൊ ഞാൻ ഗ്രാഫ് വരക്കുമ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ് എനിക്ക് കിട്ടും കേട്ടാ. ആറ്റങ്ങൾ അപ്രോച്ച് ചെയ്യുന്നു, അവർക്കിടയിലുള്ള ന്യൂക്ലിയസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയുന്നു, കറസ്പോണ്ടിങ് ആയിട്ട് എനർജി കുറയുന്നു. കാരണം എനർജി കുറയാനുള്ള കാരണം പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞുകൊണ്ട് വരുന്നു. കാരണം അട്രാക്റ്റീവ് ഫോഴ്സ് ഡോമിനന്റ് ആണ്, ഇങ്ങനെ കുറഞ്ഞുകൊണ്ട് വരും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു അവസ്ഥയിൽ കാണിക്കാണ്. ഇവിടെയാണ് ആറ്റങ്ങൾ ഒരുപാട് ദൂരെ ഉള്ളത്, അവരെ അപ്രോച്ച് ചെയ്തുകൊണ്ട് വരാണ്. ഓക്കെ, അങ്ങനെയുള്ള അപ്രോച്ച് ചെയ്തിട്ട് ഇവിടേക്ക് എത്തി.
ഡിസ്റ്റൻസ് കുറഞ്ഞിട്ട് എ ബി ആണോ നല്ലോണം കുറഞ്ഞില്ലേ? ഈ ഡിസ്റ്റൻസ് ആണ് ഈ ഡിസ്റ്റൻസ് ആണ് ഓക്കെ. ഈ ഡിസ്റ്റൻസിൽ ഉണ്ടാകുമ്പോൾ എനർജി 0. ഓക്കെ. ഇനി അപ്രോച്ച് ചെയ്യുമ്പോൾ എനർജി കുറയുന്നു, അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് കുറയുന്നു. ഓക്കെ. അങ്ങനെ എനർജി കുറഞ്ഞിട്ട് ഇവിടേക്ക് തീർന്നില്ല. അപ്പോഴും അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതൽ തന്നെയാണ്. റിപ്പൾസീവ് ഫോഴ്സിനേക്കാളും അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതൽ തന്നെയാണ്. അങ്ങനെ വന്ന് ഇതാ ഡിസ്റ്റൻസ് കുറഞ്ഞുകൊണ്ട് വരുന്നു, എനർജി കുറഞ്ഞുകൊണ്ട് വരുന്നു, വന്നിട്ട് ഇതിന്റെ ഓർബിറ്റലിനെ ടച്ച് ചെയ്തു. അപ്പോഴും അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതൽ തന്നെയാണ്. അതുകൊണ്ട് എനർജി കുറഞ്ഞുകൊണ്ട് വരും. ഓവർലാപ്പ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ എക്സ്റ്റെന്റിലേക്ക് ഓവർലാപ്പ് ഇങ്ങനെ ഒരു ഓവർലാപ്പിംഗ് നടക്കും. അങ്ങനെ ഒരു പെർട്ടിക്കുലർ എക്സ്റ്റെന്റിൽ ഓവർലാപ്പിംഗ് നടന്നു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിലേക്ക് എത്തുമ്പോൾ, ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് എത്തുമ്പോൾ, ഒരു പ്രത്യേക ദൂരം ഓവർലാപ്പ് ചെയ്യുമ്പോൾ അവിടെ ഒരു കാര്യം സംഭവിക്കും. എന്തെന്നറിയാവോ? കേൾക്കണേ ഒന്നുകൂടി. ദൂരെയുള്ളത് എനർജി മാക്സിമം 0, എനർജി 0 മാക്സിമം അല്ല, എനർജി 0 ആയിട്ട് എടുക്കുന്നു. ഓക്കെ. അടുത്തോട്ട് വരുന്നു, ഡിസ്റ്റൻസ് കുറയുന്നു, എനർജി കുറയുന്നു. കാരണം അട്രാക്റ്റീവ് ഫോഴ്സ് ഡോമിനന്റ് കുറഞ്ഞു എല്ലാം കുറയുന്നു. അട്രാക്റ്റീവ് ഫോഴ്സ് കുറയുന്നു, ഡിസ്റ്റൻസ് കുറയുന്നു. കുറഞ്ഞിട്ട് ഇതാ മുട്ടി. ഇതിന്റെ ഓർബിറ്റലുമായിട്ട് അവസാനത്തെ ഷെല്ലിലുള്ള ഓർബിറ്റൽ ഇതിന്റെ അവസാനത്തെ ഷെല്ലിലുള്ള ഓർബിറ്റലുമായി മുട്ടി. അപ്പോഴും അട്രാക്റ്റീവ് ഫോഴ്സ് ഡോമിനന്റ് ആയതുകൊണ്ട് വീണ്ടും അപ്രോച്ച് ചെയ്യുന്നു. അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് ഇവരെ പരസ്പരം അടുപ്പിക്കുന്നത്, അല്ലാതെ താനേ വരുന്നതല്ല. അങ്ങനെ എന്താകുന്നു? അവരെ വന്നിട്ട് ഓവർലാപ്പ് ചെയ്യും. ഒരു ഓർബിറ്റൽ മറ്റേ ഓർബിറ്റലിലേക്ക് മുകളിലേക്ക് കയറാൻ തുടങ്ങി. മുട്ടിയ ശേഷം കയറാൻ തുടങ്ങി. കയറിയിട്ട് ഒരു പ്രത്യേക ഡിസ്റ്റൻസ് അപ്രോച്ച് ചെയ്തപ്പോൾ, ഓവർലാപ്പ് ചെയ്തപ്പോൾ അവിടെ ഒരു കാര്യം സംഭവിക്കുന്നു. ഓക്കെ. എങ്ങനെയറിയാവോ? അത് ഞാനിവിടെ ഇങ്ങനെ കാണിക്കാം. അപ്രോച്ച് ചെയ്ത് ഡിസ്റ്റൻസ് കുറഞ്ഞു അപ്രോച്ച് ചെയ്ത് പറഞ്ഞാൽ ഡിസ്റ്റൻസ് കുറഞ്ഞു ഒരു പ്രത്യേക ഡിസ്റ്റൻസിലേക്ക് എത്തുമ്പോൾ, അതായത് ഇത് എയുടെ ന്യൂക്ലിയസ്, ഇത് ബിയുടെ ന്യൂക്ലിയസ്. എയുടെ ന്യൂക്ലിയസും ബിയുടെ ന്യൂക്ലിയസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരു പ്രത്യേക അകലത്തിലേക്ക് എത്തുമ്പോൾ അതെത്രയാറിയാവോ? ഈ ഗ്രാഫിൽ ഇത്രയും അകലത്തിലേക്ക് എത്തുമ്പോൾ, ഇതിന്റെ ന്യൂക്ലിയസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇത്രയും ആകുമ്പോൾ അവിടെ എന്താണെന്ന് അറിയാവോ? നേരെ കേൾക്കണം. അവിടെ ഉണ്ടായിരുന്ന 2 അട്രാക്റ്റീവ് ഫോഴ്സുകൾ ഉണ്ടല്ലോ, ആ അട്രാക്റ്റീവ് ഫോഴ്സുകൾ നേരത്തെ പറഞ്ഞ റിപ്പൾസീവ് ഫോഴ്സിന് ഈക്വലാണ്. ഇതുവരെ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതലാണ്, അതുകൊണ്ടാണ് അപ്രോച്ച് ചെയ്തത്. ഇവിടത്തേക്ക് എത്തുമ്പോൾ, ഇത്രയും അടുത്ത് വരുമ്പോൾ, ഈ ന്യൂക്ലിയസും ഇത്രയും അടുത്ത് വരുന്ന സമയത്ത് അട്രാക്റ്റീവ് ഫോഴ്സും റിപ്പൾസീവ് ഫോഴ്സും ഈക്വലാണ്. ഓക്കെ. അപ്പോഴേക്കും എനർജി കുറഞ്ഞുകൊണ്ട് വരും. എനർജി നല്ലോണം കുറഞ്ഞിട്ടുണ്ടാവും. എനർജി നല്ലോണം കുറഞ്ഞു. അപ്പൊ ഇതുവരെ അപ്രോച്ച് ചെയ്യാനുള്ള കാരണം എന്താ? അതുവരെ അട്രാക്റ്റീവ് ഫോഴ്സ് ഡോമിനന്റ് ആണ്. അതിനാണ് മുൻതൂക്കം. ഇവിടെ എത്തുമ്പോൾ എന്തായി? അട്രാക്റ്റീവ് ഫോഴ്സും റിപ്പൾസീവ് ഫോഴ്സും ബാലൻസ് ചെയ്യപ്പെട്ടു. ഇനി അപ്രോച്ച് ചെയ്യില്ല. കാരണം അട്രാക്റ്റീവ് ഫോഴ്സ് റിപ്പൾസീവ് ഫോഴ്സിനേക്കാളും അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതലായിട്ട് വരുന്നില്ല, റിപ്പൾസീവ് ഫോഴ്സും കൂടുതലായിട്ട് വരുന്നില്ല. രണ്ടും ഈക്വലാണ്. അപ്പോൾ കൂടുതലായിട്ട് അപ്രോച്ച് ചെയ്യില്ല. അപ്പോൾ നമ്മൾ പറയും H2 molecule is formed. ഇവിടെ 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ വേറെ ഉണ്ടായത് അവസാനം അപ്രോച്ച് ചെയ്ത് അവസാനം അവർ ഓവർലാപ്പ് ചെയ്തിട്ട് അവർക്കിടയിൽ ഒരു ബോണ്ട് ഫോം ചെയ്തു ബൈ ദി ഓവർലാപ്പിംഗ് ഓഫ് ഓർബിറ്റൽസ്. അപ്പൊ ആ സമയത്ത് എന്തായി? അവരുടെ എനർജി കുറഞ്ഞുകൊണ്ട് വന്നു. അപ്പൊ അപ്രോച്ച് ചെയ്തിട്ട് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് എനർജിയിൽ വരുന്ന മാറ്റത്തിനെ കാണിക്കുന്ന ഗ്രാഫാണ്. മനസ്സിലായോ? അപ്പൊ ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത്, ബോണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവർക്കിടയിലുള്ള ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അത് ഗ്രാഫിൽ എത്രയാണ്? ഇത് മുതൽ ഇതുവരെ. അതിന് പറഞ്ഞ പേരാണ് ബോണ്ട് ലെങ്ത്. ഏതാണ്? ബോണ്ട് ലെങ്ത്. ഞാൻ ഗ്രാഫിൽ കാണിക്കുന്നത് ഈ ഡിസ്റ്റൻസ് ആണ് ബോണ്ട് ലെങ്ത്. എന്നാണ് ബോണ്ട് ലെങ്ത്.
ഓക്കെ, സംശയമില്ലല്ലോ. നമ്മൾ അതിന് R0 എന്ന് കാണും. R0 അത് പരീക്ഷയ്ക്കില്ലേ ഈ ഗ്രാഫ് വരച്ചിട്ട് ഗ്രാഫിൽ ബോണ്ട് ലെങ്ത് ഡിസ്റ്റൻസ് അടയാളപ്പെടുത്താൻ വേണ്ടി പറയും. അപ്പൊ ഇതാണ് ആ ബോണ്ട് ലെങ്ത്. അങ്ങനെ ഈ ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് എനർജി നേരത്തെ എത്ര എനർജി ഉണ്ടായി? ഇത്ര. ഇപ്പൊ എത്ര എനർജി? നേരത്തെ ഉണ്ടായത് ഇത്ര. ദൂരം ഉണ്ടാവേണ്ട എനർജി ഇത്ര. ഇപ്പോഴോ കുറഞ്ഞു ഇത്രയായി. കുറഞ്ഞു എന്ന് പറഞ്ഞാൽ എനർജി പുറത്തോട്ട് ലിബറേറ്റ് ചെയ്യാം, എനർജി പുറത്തോട്ട് കളയാം, ആ സിസ്റ്റത്തിൽ നിന്ന് എനർജി പുറത്തോട്ട് കളയാം. അപ്പൊ എത്ര എനർജി കളഞ്ഞു, ആ ഒരു ബോണ്ട് ഫോം ചെയ്യുമ്പോൾ എത്ര എനർജി കളഞ്ഞു, എത്ര എനർജി ലിബറേറ്റ് ചെയ്യപ്പെട്ടു, അതിന് പറഞ്ഞ പേരാണ് ബോണ്ട് എൻതാൽപ്പി. ബോണ്ട് എൻതാൽപ്പി. ഓക്കെ, എന്താണ് ബോണ്ട് എൻതാൽപ്പി? അപ്പൊ ഇതാണ് ഇത്രയും എനർജിയാണ് ലിബറേറ്റ് ചെയ്യപ്പെട്ടത്. അപ്പൊ ഈ എനർജി ഇത് മുതൽ ഇതുവരെ എത്രയാണോ ആ എനർജിയുടെ അളവ്, അതായത് ഇത് ഇത്രയും എനർജി, അതിന് പറഞ്ഞ പേരാണ് ബോണ്ട് എൻതാൽപ്പി. കേൾക്കണേ, ഇതാണ് ബോണ്ട് എൻതാൽപ്പി. അല്ലെങ്കിൽ ബോണ്ട് ഡിസോസിയേഷൻ എനർജി എന്ന് പറയും. എന്താണെന്നറിയോ? നേരെ കേൾക്കണേ, ഇതിനെ ബോണ്ട് എൻതാൽപ്പി അല്ലെങ്കിൽ ബോണ്ട് എനർജി എന്ന് പറയും. ബോണ്ട് എനർജി എന്ന് പറയും. അപ്പൊ എന്താണ് ബോണ്ട് എനർജി എന്ന് ചോദിച്ചാൽ ഒരു മോൾ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ലിബറേറ്റ് ചെയ്യപ്പെടുന്ന എനർജിയുടെ അളവ്. സപ്പോസ് ഇത്രയും എനർജി ഇപ്പൊ ഇവിടെ എത്രയാണുള്ളത്, ഇത്രയും എനർജി നിങ്ങൾ കൊടുത്താൽ, കേൾക്കണേ, ഇത്രയും എനർജി ഇപ്പൊ സിസ്റ്റം എവിടെയാണുള്ളത്? ബോണ്ട് ഫോം ചെയ്തിട്ടാണുള്ളത്. ഇത്രയും എനർജി, ഈ ലിബറേറ്റ് ചെയ്യപ്പെട്ട ഇത്രയും എനർജി നിങ്ങൾ ഇതിന് കൊടുക്കുകയാണെങ്കിൽ എന്താണെന്ന് അറിയാമോ? അത് കിട്ടല് രണ്ട് ഭാഗമാകും. അത് ഫോം ചെയ്യുമ്പോൾ എനർജി ലിബറേറ്റ് ചെയ്തു, ആ എനർജി അങ്ങോട്ട് കൊടുത്താലോ അത് ലിബറേറ്റ് ചെയ്യും, സെപ്പറേറ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ ഈ എനർജിക്ക് പറയുന്നത് വേറെ പേരാണ് ബോണ്ട് ഡിസോസിയേഷൻ എനർജി. ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ലിബറേറ്റ് ചെയ്ത എനർജി അങ്ങോട്ട് കൊടുത്താൽ ബോണ്ടിനെ നമുക്ക് ഡിസോസിയേറ്റ് ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ ബോണ്ട് എന്താണ്, ബോണ്ട് എൻതാൽപ്പി എന്താണ്, ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി എന്ന് തന്നെ മനസ്സിലായി. ഇനി ഒരു കാര്യം കൂടി, ഇപ്പൊ ബോണ്ട് സ്റ്റേബിളായി ബോണ്ട് ഫോം ചെയ്തു. അപ്പൊ ഇതുവരെയാണ് ഓവർലാപ്പിംഗ് നടന്നിട്ടുള്ളത്. ഇനി അങ്ങോട്ട് പോകാൻ കഴിയില്ല. കാരണം എന്താ? രണ്ട് ഫോഴ്സും ബാലൻസ് ചെയ്തിട്ടാണ്. ഇനി എങ്ങാനും നിങ്ങളായിട്ട് അതിനെ കൂടുതലായിട്ട് ഓവർലാപ്പ് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചാൽ, എന്താണെന്നറിയോ? ഇതിന്റെ ന്യൂക്ലിയസിനോട് ഒന്നുകൂടി അടുക്കും. ന്യൂക്ലിയസും തമ്മിലുള്ള റിപ്പൾസീവ് ഫോഴ്സ് അപ്പൊ കൂടാൻ തുടങ്ങും. കേൾക്കണം, അതുവരെ അട്രാക്റ്റീവ് ഫോഴ്സ് ഡോമിനന്റ് ആയി, അവിടേക്ക് എത്തുമ്പോൾ രണ്ടും ബാലൻസ് ആയി. അതിനേക്കാൾ കൂടുതൽ അപ്രോച്ച് ചെയ്യാൻ നോക്കിയാൽ റിപ്പൾസീവ് ഫോഴ്സ് കൂടാൻ തുടങ്ങും. റിപ്പൾസീവ് ഫോഴ്സ് കൂടുമ്പോൾ എനർജി കൂടാൻ തുടങ്ങും. അതായത് കൂടുതൽ അപ്രോച്ച് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചാൽ ആ എനർജി കുറഞ്ഞു വന്ന എനർജി കൂടാൻ തുടങ്ങും. അപ്പോൾ സിസ്റ്റം അൺസ്റ്റേബിൾ ആവും. സാധാരണ രീതിയിൽ അത് അടുത്തോട്ട് പോകില്ല. കാരണം എന്താ? ബാലൻസ് ആയി കഴിഞ്ഞു, രണ്ട് ഫോഴ്സും ബാലൻസ് ആയി. അപ്പൊ റിപ്പൾസീവ് ഫോഴ്സിനെ ഓവർകം ചെയ്തിട്ട് അതിനെ അപ്രോച്ച് ചെയ്യിപ്പിക്കണമെങ്കിൽ പുറത്തുനിന്ന് നമ്മൾ കംപ്രസ് ചെയ്യണം. ഓക്കെ, ഏതുപോലെ സ്പ്രിങ്ങിനെ അമർത്തും പോലെ ആയിരിക്കും. സ്പ്രിങ്ങിനെ അമർത്തിച്ച് വിട്ട് കഴിഞ്ഞാലോ അത് തെറിച്ചു പോകും. അതേപോലെ സ്റ്റേബിൾ ആയിട്ടുള്ള രണ്ട് ആറ്റങ്ങളെ പരസ്പരം വീണ്ടും അപ്രോച്ച് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ റിപ്പൾസീവ് ഫോഴ്സ് ഡോമിനന്റ് ആയിട്ട് വരും, എനർജി കൂടും, സിസ്റ്റം അൺസ്റ്റേബിൾ ആകും. ഓക്കെ, അപ്പൊ ഈ ഗ്രാഫ് ക്ലിയർ ആയല്ലോ, സംശയമൊന്നുമില്ലല്ലോ. എല്ലാ കാര്യങ്ങളും അവിടെ പറഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് നോക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇതിന്റെ പേരാണ് പൊട്ടൻഷ്യൽ എനർജി കർവ്. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ നേരെ ശ്രദ്ധിക്കണം. അടുത്ത വീഡിയോയിൽ നമ്മൾ ഇപ്പോൾ ഓർബിറ്റൽ ഓവർലാപ്പ് കോൺസെപ്റ്റ് അല്ലേ പറഞ്ഞത്, ഏതൊക്കെ ടൈപ്പിൽ ഓർബിറ്റലുകൾ ഓവർലാപ്പ് ചെയ്യാം, പ്രധാനമായിട്ടും ഏതൊക്കെ ടൈപ്പിലുള്ള ഓവർലാപ്പിംഗ് ആണുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു.